ചെങ്കടലിൽ അമേരിക്കയും ഇസ്രായേലും പഠിച്ച പണി 18 നോക്കിയിട്ടും ഹൂതികളെ തടയ്ക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അമ്പരപ്പിലാണ് ലോക പോലീസായ അമേരിക്ക. അതിനിടയിലാണ് ചെങ്കടൽ മേഖലയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്. സ്വന്തം വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിരിക്കുകയാണ് അമേരിക്കൻ നാവികസേന. ശത്രുവിമാനമെന്ന് കരുതിയാണ് US മിസൈൽ വേദ സംവിധാനം വിമാനത്തിന് നേരെ വെടിയുതിർത്തത്. ചെങ്കടലിന് മുകളിലാണ് സംഭവം നടന്നത്. വിമാനത്തിലെ പൈലറ്റുമാർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്. 2 പൈലറ്റുമാരെയും വിമാനത്തിൽ നിന്നും ജീവനോടെ പുറത്തെടുത്തെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പൈലറ്റുമാരിൽ ഒരാൾക്ക് നിസ്സാര പരിക്കുകളുണ്ട്. യമനിലെ ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് US സൈന്യം ആ സമയത്ത് വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനിടയിലാണ് സ്വന്തം വിമാനം അബദ്ധത്തിൽ വെടിവെച്ചതെന്നാണ് വിവരം. ഗൈഡഡ് മിസൈൽ ക്രൂയിസർ USS ഗെറ്റിസ്ബർഗ് തെറ്റായി FA-18 വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. വിർജീനിയ ഓഷ്യാനയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്നുള്ള സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രൺ 11ൻ്റെ 2 സീറ്റുകളുള്ള FA-18 സൂപ്പർ ഫോർനൈറ്റ് യുദ്ധവിമാനമാണ് വെടിവെച്ചിട്ടതെന്ന് സൈന്യം അറിയിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തുന്നത്. ചെങ്കടൽ തീരത്ത് തങ്ങളുടെ സ്ഥാനം ഹൂതികൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ നിർണായക സ്ഥാനം തന്നെയാണ് ഇസ്രായേലിനെതിരെ പോരാടാനുള്ള ഹൂതികളുടെ ശക്തിയും. ഹൂതികളെ വകവരുത്താൻ വിവിധ രാജ്യങ്ങളുടെ നാവികസേനാ സംഘങ്ങളെ അമേരിക്ക സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ട് ഹൂതികളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സിറിയയിലേക്ക് ശ്രദ്ധ മാറ്റി ഇസ്രായേലിനെ ആ സമയത്ത് തന്നെ കൃത്യമായി ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ്. ഇതിന് പകരമായി ഇസ്രായേലും ഇപ്പോൾ യമനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ചേർത്ത് ഹൂതികൾക്ക് വലവിരിക്കാനായി അമേരിക്ക കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹൂതി മേഖലയിലേക്ക് വരുന്ന കപ്പലുകളെ തടഞ്ഞ് അതുവഴി ഹൂതികൾക്ക് ആയുധം എത്തിക്കുന്നത് തടയുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷേ അമേരിക്കയുടെ ഈ ലക്ഷ്യത്തിന് തടസ്സങ്ങളേറെയാണ്. ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും 2 വഴികളാണ് അമേരിക്ക പുതിയതായി തേടുന്നത്. ഒന്ന്, ഹൂതി മേഖലകളിൽ എത്തുന്ന കപ്പലുകളെ തടയാൻ ഐക്യരാഷ്ട്രസഭയുമായി ചേർന്നുള്ള പദ്ധതി. 2, ഹൂതികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് രണ്ടും ഫലപ്രദമായി നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ്. ചെങ്കടലിൽ യമന് എതിർവശത്തുള്ള രാജ്യമാണ് ജിബൂട്ടി. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ UN വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന സംഘമാണ് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 2016 സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം പരിമിതമാണ്. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്ക് ഇപ്പോൾ അധികാരമില്ല. അതുകൊണ്ട് തന്നെ UN ഹൂതികൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആയുധ ഉപരോധം നടപ്പാക്കുന്നത് പരിമിതമായ അളവിൽ മാത്രമാണ്. ഹൂതികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കിയെടുക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഇതിൻ്റെ ഭാഗമായി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ജിബൂട്ടി സന്ദർശിച്ചു. ജിബൂട്ടി കേന്ദ്രീകരിച്ച് ഹൂതികളെ ഉപരോധിക്കാനുള്ള പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുകയാണ്. മാത്രമല്ല, ഹൂതികൾ എന്ന അൻസർ അള്ളാഹ് സംഘത്തെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക ശക്തമായ നീക്കം നടത്തുകയാണ്. അതുവഴി ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലകളിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ-ഇറാൻ ബന്ധം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഹൂതികൾക്കായി വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ റഷ്യ ഹൂതികൾക്ക് ആയുധം നൽകിയെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ്. ഇതുപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം. ഗസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം.